അല്ല, അവര് നമ്മളെ അറിയിച്ചിരുന്നു ഈ വേതനം ഈ ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഇപ്പൊ അൺഹോ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിക്ക് നമുക്ക് മറ്റ് അധികാരങ്ങളൊന്നും ഇല്ലല്ലോ. അത് സുരേഷ് ഏട്ടൻ അത് ഒന്ന് എടുത്തു ചാടി പറഞ്ഞു പോയെന്നുള്ളതാണ് എന്റെയും ഒരു അഭിപ്രായം. അത് എന്റേത് മാത്രമല്ല, ഞാനിപ്പോൾ നമ്മുടെ അമ്മയുടെ അഡ്ഹോ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അപ്പം നമ്മുടെ സംഘടനയ്ക്ക് അഡ്ഹോ കമ്മിറ്റിക്ക് മൊത്തമുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നാഥനില്ല കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത്. ഒരിക്കലും അദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു സംഘടന, പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ഏത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട്. കാരണം അമ്മ ഒരിക്കലും നാഥനില്ല കളരിയല്ല. ഞങ്ങൾ അഡ്ഹോ കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ്. ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം ഈ അടുത്ത് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫ്രീ ആയിട്ട് അവർക്ക് ആയുഷ്കാലം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം നാഥനില്ല കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ഭാഗത്തു നിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അമ്മയുടെ ഇതിനു മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നോ? അല്ല, അവര് നമ്മളെ അറിയിച്ചിരുന്നു ഈ വേതനം ഈ ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഇപ്പൊ അൺഹോ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിക്ക് നമുക്ക് മറ്റ് അധികാരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അവരെ അറിയിച്ചു. അതായത് നമ്മളിപ്പം അഡ്ഹോ കമ്മിറ്റി മാത്രമാണ് ഉള്ളത് ഇപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു അടുത്തൊരു ജനറൽ ബോഡി വരും. ജനറൽ ബോഡി വരുമ്പോൾ മാത്രമേ നമുക്ക് അടുത്തൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങിയ ഒരു ചർച്ചയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ നമ്മളോടൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അറിയിച്ചിരുന്നു. പക്ഷെ അതും അവർ വകവയ്ക്കാതെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതൊക്കെ സമ്മേളനം വിളിച്ചിങ്ങനെ ഇതൊക്കെ പറഞ്ഞത്.